ജൂൺ 29 നമ്മൾ വേൾഡ് സ്ക്ലിറോഡർമ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഈ അസുഖത്തോടുള്ള അവയർനെസ് കൂട്ടുന്നതിനും അതിനോടുള്ള പേടി മാറ്റുന്നതിനും എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ദിനങ്ങൾ ആചരിക്കുന്നത്. എന്താണ് സ്ക്ലിറോഡർമ അഥവാ സിസ്റ്റമിക് സ്ക്ലിറോസിസ്? കൃത്യമായ രോഗനിർണയവും ട്രീറ്റ്മെൻറ്റും ആവശ്യമായ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് സിസ്റ്റമിക് സ്ക്ലിറോസിസ് അഥവാ സ്ക്ലിറോഡർമ. സ്ക്ലിറോഡർമ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഹാർഡ് സ്കിൻ എന്നാണ്. അതുതന്നെയാണ് അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗവും. നമ്മുടെ കൈകാലുകൾക്ക്, മുഖത്ത് എല്ലായിടത്തും തൊലിക്ക് സ്കിൻ ഹാർഡാവുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ കളർ മാറുകയും ചെയ്യും. എന്നാൽ ഇത് മാത്രമല്ല സ്ക്ലിറോഡർമ. ഇതിൻ്റെ കൂടെ കൈകാലുകൾക്കെല്ലാം നമ്മുടെ തണുപ്പിനോടുള്ള സെൻസിറ്റിവിറ്റി അധികമാവുകയും അവിടെ കളർ മാറുകയും പുണ്ണ് വരാനുള്ള ചാൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. സ്കിന്നിലെ ഫൈബ്രോസിസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് മറ്റ് ഓർഗൻസിലും ഇത് ഫൈബ്രോസിസ് ഉണ്ടാക്കാം. അത് നമ്മുടെ ലങ്സിലെയും ഹാർട്ടിലെയും രക്തക്കുഴലുകൾക്കും അതുപോലെ തന്നെ കിഡ്നിക്കും എല്ലാ തരത്തിലുള്ള ഓർഗൻസിനെയും ഇത് ബാധിക്കാം. ഇതിൻ്റെ ചികിത്സ എത്രമാത്രം അവയവങ്ങളെ ബാധിച്ചു എന്നതിനനുസരിച്ച് ആണ് ചികിത്സ നിർണ്ണയിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ഇതിൻ്റെ ചികിത്സയിൽ വളരെയധികം പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്ലിറോഡർമ വരുന്നവർ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് സ്ക്ലിറോഡർമയെ നേരിടാൻ കഴിയും. താങ്ക് യു.